പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. പൊതുവെ സമാധാനപൂർവ്വവും സുരക്ഷിതവുമായൊരു ജീവിതം നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഞങ്ങൾ കുറച്ചു നാളായ ഉത്കണ്ഠയിലാണ്. ഇന്നു മുതൽ പെരുന്നാളിൻ്റെ അവധിയാണ്. അതിനാൽ റാസൽ ഖൈമയിലുള്ള ഒരു ഫാം ഹൗസിലേക്ക് ഒത്തുചേരാനുള്ളൊരു പ്ലാൻ ചെയ്തു. സൽ പർവ്വതനിരകളുടെ താഴ്വാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വൈകിട്ട് 4 മണിയോടെ ഞങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേർന്നു. ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറി ഉടനെ എല്ലാവരും ഒരു വാവ് പറഞ്ഞു. ഇന്ന് നമ്മളിവിടെ അടിച്ചു പൊളിക്കുമെന്ന് ഉള്ളിൽ ആരോ പറയുന്ന പോലെ. ഒരു വശത്ത് പൂളും മറ്റൊരു വശത്ത് ഡൈനിങ് സ്പേസുമൊക്കെയായി നല്ല ഒരു ആംബിയൻസ്. ഇവിടെ ഇടുന്നൊരു ചായ കുടിക്കണം, അതിനുശേഷം ഈ പൂളിൽ ചാടണം എന്നൊക്കെ കണക്ക് കൂട്ടി. പുറം കാഴ്ച കണ്ടു നിന്നിട്ട് ഉള്ളിൽ കയറാൻ നേരം വൈകി. പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി നോക്കി എന്താണ് അവസ്ഥ. അകത്ത് കയറിയപ്പോഴും ഒന്നും കുറ്റം പറയാനില്ല. ഇൻറ്റീരിയറൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. സാധാ സിമൻറ്റ് കട്ടകൾ കൊണ്ട് ഇത്ര ഭംഗിയായി ഇൻറ്റീരിയർ ചെയ്യാമെന്ന് അപ്പോഴാണ് മനസ്സിലായത്. സ്നൂക്കർ കം ടേബിൾ ഹോക്കി ഒരു വലിയ ടേബിൾ തന്നെ അവിടെയുണ്ട്. മൊത്തത്തിലൊരു ഗ്രേ ഫിനിഷിംഗ് കൊടുത്തതുകൊണ്ട് സിമൻറ്റ് ചെയ്തതിന് ശേഷം വെള്ള പൂശിയില്ല എന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഫിനിഷിംഗ് ആണ് അതിമനോഹരം. എല്ലാം കൊണ്ടും നല്ല ഒരു ആർക്കിടെക്ചറൽ ഇൻ്റലിജൻസ്. ബെഡ്റൂമിൽ കയറിയാലും അതിൻ്റെ ശീതീകരണവും അതുപോലെ തന്നെ ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും വളരെ മെച്ചപ്പെട്ടതായിരുന്നു. ബെഡ്റൂമിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂംസ് കൂടാതെ ഈ ബാത്റൂമാണ് പ്രത്യേക സവിശേഷത. ഇതിലുള്ള ആ വലിയ ബാത്ത് ടബ്, അതും പുറം കാഴ്ച കണ്ടുകൊണ്ട് കുളിക്കാവുന്ന ഒരു സൗകര്യം. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള വലിയൊരു ഡ്രോയിങ് റൂം. കുട്ടികളൊക്കെ വളരെ ആവേശത്തിലായിരുന്നു. എത്തിയ ഉടനെ തന്നെ അവരുടെ ഓടിച്ചാടലൊക്കെ തുടങ്ങി. സ്വിമ്മിംഗ് പൂളിന് ആൾമാറി ഇല്ലാത്തത് ഒരു വലിയ സേഫ്റ്റി ഫെയിലറായിട്ട് കാണുന്നുണ്ട്. കുട്ടികളെ, എസ്പെഷ്യലി ചെറിയ കുട്ടികളെ ഒരാൾ എപ്പോഴും ഒരു കണ്ണ് വെച്ചില്ലെങ്കിൽ അതിൽ വീഴാനുള്ള സാധ്യത വളരെയധികമാണ്. അത്യാധുനികമായ ലൈറ്റിംഗ് ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും വളരെ അത്യാവശ്യത്തിന് സൂക്ഷ്മതയോടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നേരം പെട്ടെന്ന് പോയി. സൂര്യൻ അസ്തമിച്ചു. അല്പസമയം പൂളിലൊക്കെ കളിച്ചതുകൊണ്ട് എല്ലാവരും വളരെ ടയേർഡാണ്. കിച്ചണിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സ്ത്രീകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ലൈറ്റുകളെല്ലാം അണച്ച് ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചു. ദേഹമാസകലം മസാലയൊക്കെ പുരട്ടി ഞങ്ങളുടെ കൂടെ വന്ന ചിക്കൻ സാർ അവിടെ ഞങ്ങൾക്ക് വേണ്ടി വേവുന്നുണ്ട്. എല്ലാവരും അതിനടുത്ത് പാട്ടൊക്കെ പാടി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ആകാശത്ത് ഇടയ്ക്കിടെ കണ്ണു പോകുന്നുണ്ട്. ഡ്രോൺ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് ഇതുവരെ കണ്ടില്ല എന്നാണ് ചിലരുടെ പരിഭവം. ഈ രാജ്യത്ത് കിട്ടുന്ന ആ ഒരു സുരക്ഷ, അത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. എന്ത് ആക്രമണവും എന്ത് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാലും ഈ രാജ്യം ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്. അത് പറഞ്ഞറിയിക്കാതെ വയ്യ. ഞങ്ങളിന്നിവിടെ സന്തോഷത്തോടെ പാട്ടും പാടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പേരുടെ അധ്വാനം നമ്മുടെ സുരക്ഷിതമായി നിർത്താനുള്ള ആ ഒരു കഷ്ടപ്പാട് ഇതിന് പുറകിലുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഈ രാത്രി, ഈ പെരുന്നാളിൻ്റെ രാത്രി ഞങ്ങളിവിടെ കൂടുകയാണ്. ഈ സമയവും കഴിഞ്ഞു പോകും. വരും ദിനങ്ങൾ സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമാണ് എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.